അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ, കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു ജ്യൂസിന്റെ റെസിപ്പിയായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇടുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോളാം എന്തൊക്കെയാണെന്ന്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ഫാഷൻ ഫ്രൂട്ട്. അതിൻ്റെ സീഡും ജ്യൂസും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ അനാറിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടി ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. ഞാൻ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു മൊസമ്പിയുടെ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് യൂസ് ചെയ്യാം. എനിക്ക് മൊസമ്പിയാണ് കിട്ടിയത്. മൊസമ്പിയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. ഒരു മൊസമ്പിയുടെ നീരും ഫുള്ളായിട്ട് ഞാനത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്രഷറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഇട്ടിട്ട് ഇതിനെല്ലാം മിക്സ് ആക്കണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ആക്കണം. ഒന്ന് ചെറുതായിട്ട് പൊമഗ്രാനൈറ്റ് സീഡിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ ഒരു ജ്യൂസ് ഇറങ്ങാൻ വേണ്ടി. ഇനി നമ്മൾ ഐസ് ക്യൂബ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ട് ഇനി ഒന്നുകൂടെ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജ്യൂസ്, ഫ്രൂട്ട് മിക്സ് ചെയ്ത ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. മിക്സി വേണ്ട, ഗ്രൈൻഡർ വേണ്ട, ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സംഗതി എങ്ങനെ ഉണ്ടെന്ന്. ഐസ് ക്യൂബ് മസ്റ്റായിട്ട് ഇടണം. നല്ല തണുപ്പുണ്ടെങ്കിൽ ഇതിനൊരു രുചി ഉണ്ടാകുള്ളൂ. കാരണം നമ്മളിത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം പരീക്ഷണ വസ്തുക്കളുണ്ട്. അപ്പോൾ അതിന് തന്നെ കൊടുക്കാം. നമ്മുടെ കുടിച്ചിട്ട് പറയണേ എങ്ങനെ കൊള്ളാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എന്ത് വേണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക,